ഈ ആഴ്ചയിലെ പ്രധാന ലോകവിശേഷങ്ങളുമായി ലോകം പോയ വാരത്തിലേക്ക് സ്വാഗതം. അതിർത്തി പ്രദേശങ്ങളിൽ ചോരക്കളമൊരുക്കി പാകിസ്ഥാനിൽ ഭീകരരുടെ താണ്ഡവം തുടരുന്ന വാർത്തകൾ ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. ഖൈബർ പഖ്തൂൺഖ്വയിലെ സുരക്ഷാ സേനാ ക്യാമ്പിന് നേരെയുണ്ടായ ക്രൂരമായ ആക്രമണത്തിൽ 11 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ പരിക്കേറ്റ 22ഓളം സൈനികരിൽ പലരുടെയും നില ഗുരുതരമായി തുടരുകയാണ്. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഹംഗു ജില്ലയിലെ ഖസ്ന അതിർത്തി ചെക്ക് പോസ്റ്റാണ് ഭീകരർ ലക്ഷ്യമിട്ടത്. പാതിരാത്രിയുടെ മറവിൽ അത്യാധുനിക ആയുധങ്ങളുമായി എത്തിയ ഭീകരർ പോസ്റ്റിന് നേരെ പെട്ടെന്ന് വെടിയുതിർക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായ ആക്രമണത്തിൽ സൈന്യത്തിന് തുടക്കത്തിൽ വൻ തിരിച്ചടിയേറ്റെങ്കിലും വൈകാതെ ശക്തമായി തിരിച്ചടിച്ചു. 1 മണിക്കൂറിലധികം നീണ്ട രൂക്ഷമായ ഏറ്റുമുട്ടലിൽ 15 അക്രമികളെ വധിച്ചതായി പാകിസ്ഥാൻ സൈനിക വൃത്തങ്ങൾ അവകാശപ്പെടുന്നു. സംഭവത്തിന്റെ ഉത്തരവാദിത്തം നിലവിൽ ആരും ഏറ്റെടുത്തിട്ടില്ല. എങ്കിലും പാകിസ്ഥാനിൽ നിരോധിക്കപ്പെട്ട തെഹ്രീക താലിബാൻ പാകിസ്ഥാൻ എന്ന TTP ആണ് ഈ രക്തച്ചൊരിച്ചിലിന് പിന്നിലെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം പാകിസ്ഥാൻ അതിർത്തികളിൽ TTPയുടെ ആക്രമണങ്ങൾ 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. തങ്ങളുടെ ആശയങ്ങൾ നടപ്പിലാക്കാനും പാക് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനും സുരക്ഷാ സേനയെ ലക്ഷ്യമിട്ട് നിരന്തരം നിഴൽ യുദ്ധം നടത്തുകയാണ് ഈ ഭീകര സംഘടന. മാസങ്ങൾ നീണ്ട രക്തച്ചൊരിച്ചിലിനും അനിശ്ചിതത്വത്തിനും ഒടുവിൽ പശ്ചിമേഷ്യയിൽ നിന്ന് ആശ്വാസത്തിന്റെ വലിയൊരു വാർത്ത പുറത്തുവരുന്നു. ഗാസ മുനമ്പിൽ സമ്പൂർണ്ണ ശാന്തി കൈവരിക്കാനുള്ള ഒരു ചരിത്രപരമായ കരാറിന് വഴിയൊരുക്കിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചതാണ് ഈ ആഴ്ചയിൽ ലോകത്തെ ചർച്ചയായ മറ്റൊരു വാർത്ത. ഹമാസ് ഉൾപ്പെടെയുള്ള എല്ലാ പാലസ്തീൻ സായുധ സംഘടനകളും ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറായെന്നാണ് വൈറ്റ് ഹൗസിൽ നിന്നുള്ള പ്രഖ്യാപനം. മധ്യപൂർവ്വ ദേശത്ത് പുതിയൊരു പുലരിക്ക് തുടക്കമിട്ടുകൊണ്ട് സംഘർഷഭരിതമായ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വഴി തുറന്നിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. വൈറ്റ് ഹൗസ് രൂപീകരിച്ച പ്രത്യേക ഉന്നതതല സമിതിയായ ബോർഡ് ഓഫ് പീസ് നടത്തിയ നയതന്ത്ര നീക്കങ്ങളാണ് ഈ വഴിത്തിരിവിന് കാരണം. ഖത്തർ, ഈജിപ്ത്, തുർക്കി എന്നീ മധ്യസ്ഥ രാജ്യങ്ങളുമായി ചേർന്ന് നടത്തിയ ദീർഘകാല ചർച്ചകൾക്കൊടുവിലാണ് ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ തങ്ങളുടെ പക്കലുള്ള മുഴുവൻ ആയുധങ്ങളും ഘട്ടം ഘട്ടമായി ഉപേക്ഷിക്കാൻ സമ്മതിച്ചത്. ലോകത്തെ ഞെട്ടിച്ച ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ സൂത്രധാരൻ ജെഫ്രി എപ്സ്റ്റീൻ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അയാളെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ അവസാനിക്കുന്നില്ല. മരണത്തിന് മണിക്കൂറുകൾ മുമ്പ് എപ്സ്റ്റീൻ ആരുമായാണ് സംസാരിച്ചത്? കോടാനുകോടി വരുന്ന സ്വത്തുക്കൾ അയാൾ ആർക്കാണ് വീതിച്ചു നൽകിയത്? ആരും അറിയാത്ത പോയ ആ രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന പുതിയ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അമേരിക്കൻ നീതിന്യായ വകുപ്പ് അടുത്തിടെ പുറത്തുവിട്ട അന്വേഷണ രേഖകളാണ് ഈ വെളിപ്പെടുത്തലിന് പിന്നിൽ. എപ്സ്റ്റീന്റെ വിൽപത്രത്തിൽ നിന്ന് കണ്ടെത്തിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. 33 കാരറ്റിന്റെ അതീവ വിലപിടിപ്പുള്ള വജ്രമോതിരവും ഏകദേശം 830 കോടിയിലധികം ഇന്ത്യൻ രൂപ മൂല്യമുള്ള സ്വത്തുക്കളുമാണ് ഒരു വ്യക്തിക്ക് മാത്രമായി എപ്സ്റ്റീൻ മാറ്റിവെച്ചത്. മറ്റാരുമല്ല അത്, ബലാറസുകാരിയായ 37-കാരി ദന്ത ഡോക്ടർ കാരിന ഷൂലിയാക്കിയാണത്ര. 2019 ഓഗസ്റ്റിൽ ന്യൂയോർക്കിലെ ജയിൽ മുറിയിൽ എപ്സ്റ്റീൻ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് വിളിച്ച ആ അവസാന ഫോൺ കോളിന്റെ മറുതലക്കിൽ ഉണ്ടായിരുന്നത് കാരിനയായിരുന്നു. ലോകം മുഴുവൻ വേട്ടയാടിയ ഒരു കുറ്റവാളിയുടെ അവസാന ആശ്വാസം ഈ യുവതിയായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. ലോകത്തെ ഞെട്ടിച്ച മറ്റൊരു സംഭവമായിരുന്നു ജപ്പാനിലെ അതിശക്തമായ ഭൂചലനം. ക്യൂഷു ദ്വീപിലെ കുമാമോട്ടോ പ്രവിശ്യയിലാണ് റിക്ടർ സ്കെയിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. സമുദ്രോപതലത്തിൽ നിന്ന് 10 കിലോമീറ്റർ ആഴത്തിലാണ് പ്രഭവ കേന്ദ്രം. ഭൂചലനത്തെ തുടർന്ന് ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിരുന്നു. സ്ഥിതി രൂക്ഷമായതോടെ തീരപ്രദേശങ്ങളിൽ താമസിച്ചവരെ സർക്കാർ മാറ്റി താമസിപ്പിച്ചു. ഭൂചലനമുണ്ടായ മേഖലയിൽ കെട്ടിടങ്ങൾ തകർന്നതായും ഒട്ടേറെ പേർക്ക് പരിക്കേറ്റതായും ജപ്പാൻ പ്രധാനമന്ത്രി സനായി ടക്കോച്ചിയും സ്ഥിരീകരിച്ചു. അതേസമയം മേഖലയിലെ ആണവ കേന്ദ്രങ്ങളിൽ അസ്വാഭാവികമായി ഒന്നും റിപ്പോർട്ട് ചെയ്യാത്തത് ആണ് ആശങ്ക. 1 മാസത്തിനിടെ ഇത് 2ാം തവണയാണ് ജപ്പാനിൽ ശക്തമായ ഭൂചലനം ഉണ്ടാകുന്നത്. ജൂലൈ 25-ന് രാജ്യത്തിന്റെ വടക്കൻ മേഖലയിലാണ് റിക്ടർ സ്കെയിലിൽ 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. എന്നാൽ അന്നത്തെ ഭൂചലനത്തിൽ കാര്യമായ നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടായിരുന്നില്ല.
കൂടുതൽ ലോക വാർത്തകളുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനകം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.